അൽഹംദുലില്ലാ HSM സ്കോളർഷിപ്പ് പരീക്ഷ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. അള്ളാഹു എല്ലാവർക്കും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ എന്ന് ആദ്യം തന്നെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇനി എല്ലാവരും റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 80% മാർക്ക് ലഭിക്കുമോ, അതിൻ്റെ താഴെ കിട്ടിയാൽ റേഞ്ച് തലത്തിലുള്ള പരീക്ഷയിൽ പങ്കെടുക്കാൻ പറ്റുമോ, എന്നാണ് റിസൾട്ട് വരിക എന്നൊക്കെ സംശയങ്ങൾ പലർക്കുമുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ഈ പരീക്ഷയുടെ റിസൾട്ട് ഓൺലൈനായി അറിയാൻ പറ്റുന്ന രൂപത്തിലല്ല ക്രമീകരിച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ SLC പരീക്ഷ നമ്മുടെ മദ്രസയിലെ പൊതുപരീക്ഷ പോലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ചുകൊണ്ട് റിസൾട്ട് അറിയുന്ന രൂപത്തിലല്ല ഇതിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുന്നത്. റേഞ്ചിലെ ഉസ്താദ്മാർ മുഖേനയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതും PDF മുഖാന്തരം നിങ്ങളെ മദ്രസയിലെ സദർ ഉസ്താദിന് വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുകയായിരിക്കും. അവർ എല്ലാ വിവരങ്ങളും ഇന്ന് തന്നെ സൈറ്റിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി താമസിച്ചിട്ടുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയി നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി റേഞ്ച് തലത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് യോഗ്യത ലഭിക്കുക എന്നുള്ളതാണ്. 80 മാർക്കോ അതിനു മുകളിൽ ലഭിക്കുന്ന എല്ലാവർക്കും റേഞ്ച് തലത്തിലുള്ള പരീക്ഷയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ട്. അവർ യോഗ്യത നേടിയവരാണ്. ഇനി ഒരു മദ്രസയിൽ 80 മാർക്കോ അതിനു മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ഇല്ല എങ്കിൽ ആ മദ്രസയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ റേഞ്ച് തലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. ഇനി ഒരു മദ്രസയിൽ 80 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയും 75 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയും 70 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയും 60 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയും ഉണ്ടെങ്കിൽ 3 പേർക്കാണ് സെലക്ഷൻ ലഭിക്കുക. 80 മാർക്ക് നേടിയവനും 75 മാർക്ക് നേടിയവനും 70 മാർക്ക് നേടിയവനും അടുത്ത പരീക്ഷയിലേക്കുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ഇതിലൂടെ യോഗ്യത എങ്ങനെ ലഭിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജനുവരി 1-നാണ് അടുത്ത പരീക്ഷ വരുന്നത്. ഈ പരീക്ഷയ്ക്കും ഈ പുസ്തകം തന്നെയാണ് റഫർ ചെയ്യാനുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി മറ്റെന്തെങ്കിലും അഡീഷണലായി വരികയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും കാര്യങ്ങളും എല്ലാം അറിയിക്കും. അതുപോലെ തന്നെ പൊതുപരീക്ഷ, വാർഷിക പരീക്ഷ, മറ്റു ക്ലാസ്സുകളുടെ വിഷയങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ചാനലിൽ വരും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ഉറപ്പുവരുത്തുക.